അപ്പോൾ സേഫ് ഫോർ അൽത്താഫ് എന്ന പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മീനൊക്കെ കുറേയൊക്കെ നഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. നമ്മുടെ കുറേ മീനൊക്കെ ചത്തുപോയി, കുറേ കൊടുത്തു, അങ്ങനെ കുറച്ച് മീനുള്ളൂ ഇപ്പോൾ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഇത് കാണിക്കാം. അല്ലേ നമ്മൾ മീനെ വെച്ചതിനകത്തൊക്കെ കണ്ടില്ലേ, മീനൊന്നുമില്ല, ജസ്റ്റ് പ്ലാന്റ് മാത്രമേ ഉള്ളൂ. നമ്മൾ പ്ലാന്റ്സ് കുറച്ചായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വെള്ളത്തിൽ ഒക്കെ വളർത്താൻ പറ്റുന്ന കൂടി പ്ലാന്റൊക്കെ ഉണ്ട് കേട്ടോ. അല്ലേ നമ്മുടെ അമ്പർല ചെടി കുറേ ഉണ്ട് കേട്ടോ. കുറച്ച് അമ്പർല ചെടികളാണ്. നമുക്ക് കരയിലും അതുപോലെ തന്നെ നമുക്ക് വെള്ളത്തിലൊക്കെ നടാൻ പറ്റിയ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസം കേട്ടോ. അമ്പർല ചെടികളൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞു കേട്ടോ. നമ്മൾ പീസിന് 20 രൂപ വെച്ചും 10 രൂപ വെച്ച് അങ്ങനെ ലെവലായിട്ട് കൊടുക്കണേ. നമ്മൾ മീനെല്ലാം മാറ്റിയല്ലേ, എല്ലാം മാറ്റിയിട്ടുണ്ട്. നമ്മുടെ മീൻ കണ്ടല്ലോ ഇവിടെ ശൂന്യമായി. നമ്മുടെ സോട്ടയിലുണ്ട് കേട്ടോ ഇപ്പോഴും. നമുക്കിതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അതായത് നമ്മുടെ മീനും സാധനമെല്ലാം പോയിട്ടോ. കുറച്ച് സോർട്ടയിൽ മാത്രമേ ഉള്ളൂ, പിന്നെ അല്ലാതെ കുറച്ച് മീനുണ്ട്. പിന്നെ ഗൗര ഇടുന്നുണ്ട്, ഗൗര ഇപ്പോഴും ഉണ്ട്. നമുക്ക് ഗൗരയുടെ വെള്ളം മാറുവാണെങ്കിൽ ഗൗര കാണാട് ഗൗരയൊക്കെ സൈസായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീനുകളെല്ലാം നമുക്ക് ഇനി ഒന്നിനും തുടങ്ങണം കേട്ടോ. കുറേ ആയി വീഡിയോ ഇട്ടിട്ട്, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാത്ത. കാരണം വെച്ചാൽ മീനുകളെല്ലാം പോയി. സോട്ടയിലുണ്ട്, നമുക്ക് സോട്ടയിനെ അപ്പോൾ 2 പാത്രത്തിലാക്കിയിട്ട് വലിയതിനെ കുഞ്ഞിനെ മാറ്റാം. നമുക്ക് സോട്ടയിൽ തന്നെ തുടങ്ങാം. പിന്നെയും പണ്ട് കോവയ്ക്കത് അല്ലേ ഉണ്ടാകുന്നുണ്ട്, പൂവിട്ടിട്ടുണ്ട്, ചെറുതുകളല്ലേ ചെറുതായിട്ടുണ്ട് വരുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാടൊന്നുമില്ല കേട്ടോ, കുറച്ചുള്ളൂ കേട്ടോണ്ടല്ലേ. ചുക്കോ അവന് തീറ്റെല്ലാം കൊടുത്തതാണേ. അവന് ബിസ്ക്കറ്റൊക്കെ രാവിലെ കൊടുത്തു. നമ്മളെ കണ്ടിട്ട് എണീച്ചു തന്നെയാ കണ്ടില്ലേ. പോടാ ഇവിടെ പോടാ. വെള്ളമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. മഴയത്ത് വെള്ളം വരും. അതുപോലെ തന്നെ ഇതിനകത്ത് അല്ലേ മുഴിയുണ്ട്. മുഴി വീഡിയോ കാണാൻ പറ്റുന്നുണ്ടോ അല്ലേ. മുഴി മാത്രമല്ല നമ്മുടെ കോഴി, കഴുകം, താറാവെല്ലാം പോയിട്ടോ. ഇപ്പോൾ ഒന്നുമില്ല, കുറച്ച് കോഴിക്ക് മാത്രമേ ഉള്ളൂ. കള്ളിയിൽ കൂടെ കടച്ചിട്ടൊക്കെ നമുക്ക് ഇനി ഒന്നുകൂടെ റീബിൽഡ് ചെയ്ത് തന്നെ. അത് മീനുണ്ട് കേട്ടോ, കണ്ടില്ലേ മീനുണ്ട്. നമുക്ക് ഇനി ആ മീനിനെ പിടിക്കാം. നമ്മളത് നമ്മളെ പാത്രം പിന്നെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം നിറയ്ക്കാം. നമ്മൾ ഓസിട്ട് വെള്ളം വറ്റിക്കുകയാണ്. നമ്മുടെ മറ്റേ വലയാണ് കിട്ടി കേട്ടോ, നല്ല വലയാണ്. നമ്മൾ കുറച്ച് വെള്ളം പിടിച്ചിട്ടുണ്ടോ. അതിനകത്ത് കുറച്ച് മീനേ കാണുള്ളൂ. നമുക്ക് ഉള്ളതിന് എന്തായാലും ഇതിനകത്തേക്ക് വിടാം. ഈ ഒരൊറ്റ മീനുള്ളൂ കേട്ടോ. അല്ലേ ഒരെണ്ണം പോലും ഇല്ല. കുറേ മാങ്കോസ്റ്റും കിടക്കണ്ടായിരുന്നു. ചീന് നാറി നല്ലൊരു ഗോൾഡ് ഫിഷ് കിട്ടിയിട്ടുണ്ട്. ബാക്കി സോട്ടയിൽ കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. പിടിക്കുക നമ്മൾ ഗൗരയ്ക്ക് ഇല ഇട്ടിട്ടുണ്ട് കേട്ടോ. മൊത്തം ഇത്രേ ഉള്ളൂ കേട്ടോ. കണ്ടല്ലേ ഇതിനകത്ത് കുറച്ച് മീനുണ്ട്. പക്ഷെ അവന്മാർക്ക് ഇത് വിഷയമല്ല കേട്ടോ. അവന്മാർ ഇതുണ്ടല്ലേ വലുതാവുന്ന മീനാ. അവന്മാർ സേഫാണ്, പേടിക്കാനില്ല. അവന്മാർ 5-6 ഉള്ളൂ. പക്ഷേ ഇവന്മാർ മാറ്റണം. മഴ കൂടിയിട്ടോ. മഴ മാറിയിട്ട് നമുക്ക് ആ മീനിനെ അവിടെ നിന്ന് മാറ്റി ഈ പാത്രത്തിൽ വയ്ക്കാം. അതല്ല മോട്ടർ അറിഞ്ഞു വരുന്ന വെള്ളം കേട്ടോ. ഈ വെള്ളമായിട്ട് നമ്മൾ പിടിക്കണേ, ചെടിക്ക് നനയ്ക്കാനൊക്കെ ആയിട്ട്. അതായത് നമ്മൾ അവിടെ നിന്ന് സ്റ്റാൻഡ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ചെടി വെച്ചിട്ടുണ്ട്. ഒക്കെ ചെടിയൊക്കെ നട്ട് സെറ്റാക്കാണ്ട് പോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് മതി. അത് നമ്മൾ ചെടിയെല്ലാം നട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പാലും ഇട്ടിട്ടുണ്ട്. നമുക്കിനി മീനിടാം.
റെഡി. അതെ, മഴ പെയ്താലും കുഴപ്പമില്ല, വെള്ളം കയറിക്കോളും. വലയിട്ടിട്ടുണ്ട്, അപ്പം മീൻ ചാടിപ്പോയില്ല. നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കി മീനൊക്കെ പോയിട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത് ഗൗര, സോർട്ടയില്ല, പിന്നെ ഒരു ഗോൾഡ് ഫിഷ്, പിന്നെ വേറെ മീനുണ്ട് കേട്ടോ, അതിൻ്റെ പേരെനിക്കറിയില്ല. അപ്പോൾ അത്ര മീനുള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് എത്ര പെട്ടെന്ന്. ബൈ.